നാഗമണിക ടുവിന്റെ എപ്പിസോഡ് 11ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ പൗർണമി ദിവസമായതുകൊണ്ട് പാറുവിന് നാഗത്തിന്റെ പുറത്തൊരു കളയേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ പാറു പകുതി നാഗമായി മാറുകയും വേദന കൊണ്ട് ബുദ്ധിമുട്ടുകയും ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ ബുൽബുലിന്റെ ശരീരത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യം ബുൽബുൽ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാ പൗർണമിക്കും ബുൽബുലിന് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. കുറച്ചു കഴിയുമ്പോൾ പാറുവിന്റെ റൂമിന്റെ അടുത്തുകൂടി പോകുന്ന ദേവ് പാറുവിന്റെ റൂമിന്റെ അകത്ത് നിന്നും സൗണ്ട് കേൾക്കുന്നത് പോലെ തോന്നുന്ന ദേവ് പാറുവിന്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ പാറു വിറച്ച് ബോധമില്ലാതെ കിടക്കുന്നത് കാണുന്ന ദേവ് പാറുവിനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു നോക്കുകയാണ്. ദേവ് ഇരിക്കുന്നതിന്റെ അടുത്തായി പാറുവിന്റെ പുറന്തോല് കിടക്കുന്നുണ്ട്. പക്ഷെ ദേവ് അത് കാണുന്നില്ല. ശേഷം ദേവ് പാറുവിനെ എടുത്തുകൊണ്ടുപോയി ബെഡിൽ കിടത്തുകയാണ്. അപ്പോൾ പാറുവിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന നൂല് ദേവിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന നൂലുമായി കുരുക്കുണ്ടാവുകയാണ്. പാറുവിനെ ഉണർത്താതെ ആ കുരുക്ക് മാറ്റാൻ ദേവ് നോക്കുമെങ്കിലും ദേവിന് അതിന് കഴിയുന്നില്ല. ദേവിന് അവിടെ നിന്ന് പോകാനും കഴിയുന്നില്ല. ദേവ് അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. രാവിലെ ആകുമ്പോൾ ദേവിന്റെ കയ്യിൽ കെട്ട് പൊട്ടിച്ചിട്ട് ആരും കാണാതെ ദേവ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഉറക്കം എഴുന്നേൽക്കുന്ന പാറു പുറന്തോലെടുത്ത് മറച്ചു വെക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ഫംഗ്ഷൻ നടക്കുകയാണ്. അവിടെ പൂജയ്ക്ക് വെച്ച ചന്ദനം മോഹിനിയുടെ മുഖത്ത് തേച്ചാൽ എല്ലാവർക്കും മോഹിനി രക്ഷസാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് പേടിച്ചിരിക്കുകയാണ് മോഹിനി. അപ്പോൾ ദേവിക മോഹിനിയുടെ കവിളിൽ ചന്ദനം തേക്കുകയാണ്. പക്ഷെ മോഹിനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആലോചിച്ച് മോഹിനി ഇരിക്കുമ്പോൾ അവിടെ രംഭ വരുന്നു. പൂജയ്ക്ക് വെച്ച യഥാർത്ഥ ചന്ദനം മാറ്റി വെച്ചത് രംഭയാണ്. ഈ സമയം ദേവ് മാറി നിൽക്കുന്നത് കാണുന്ന ദേവിക ദേവിനോട് ചടങ്ങ് ചെയ്യാൻ വേണ്ടി വരാൻ പറയുകയാണ്. ദേവ് വരുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുന്നത് കാണുന്ന ദേവിക ദേവിനെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പാറു വരുന്നു. പാറുവിനെ കാണുന്ന ദേവ് പാറുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ദേവ് ആരെയാണ് ഇങ്ങനെ നോക്കുന്നത് എന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുന്ന ദേവിക പാറുവിനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. പാറു വരുന്നത് കാണുന്ന ദേവ് പാറുവിന്റെ അടുത്ത് പോയിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്, അസുഖമെല്ലാം മാറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന മോഹിനി പാറുവിനോട് ചന്ദന ഇടാൻ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. ഇപ്പോൾ പാറുവിന് ഈ ചടങ്ങ് ചെയ്താൽ പാറുവിന്റെ വിവാഹം പെട്ടെന്ന് നടക്കുമെന്ന് പറയുകയാണ്. ചടങ്ങ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന പാറുവിനെ ദേവികയും മോഹിനിയും കൂടി പിടിച്ചുകൊണ്ടുപോയി ചന്ദന ഇടാൻ വേണ്ടി ഇരുത്തുകയാണ്. മോഹിനി ചന്ദനത്തിൽ മാന്ത്രിക ശക്തി പ്രയോഗിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞാൽ അവൾക്ക് അവൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് മോഹിനി. ശേഷം ദേവിക പാറുവിന്റെ മുഖത്ത് ചന്ദനം തേച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് മുത്തശ്ശൻ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ബുൽബുല് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ദേവ് പാറുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പാറു വിഷമിച്ചിരിക്കുകയാണ്. പാറു സുഖമില്ല, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. സ്റ്റെപ്പിൽ കയറുന്ന പാറു തലകറങ്ങി വീഴാൻ പോകുന്നത് കാണുന്ന ദേവ് പാറു വീഴാതെ പിടിക്കുകയാണ്. അപ്പോൾ പാറുവിന്റെ മുഖത്തുള്ള ചന്ദനം ദേവിന്റെ മുഖത്താവുകയാണ്. അത് കാണുന്ന ചാന്ദിനി ദേവിന്റെ മുഖത്ത് പാറുവിന്റെ പേരിലുള്ള ചന്ദനമാണ് ഉള്ളത് എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞ് അവരെല്ലാവരും ചിരിക്കുകയാണ്. അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനി. ദേവ് ദേവികയോട് ഇന്നലെ മുതൽ പാറുവിന് സുഖമില്ല എന്നും റെസ്റ്റ് എടുത്താൽ മാറുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന പാറു അവിടെ നിന്നും പോകുന്നു. പാറു പോകുന്നത് നോക്കി ദേവ് വിഷമത്തോടെ നിൽക്കുന്നത് ദേവിക ശ്രദ്ധിക്കുകയാണ്. ദേവിക ദേവിനോട് എനിക്കും പാറുവിനെ ഇഷ്ടമാണ്. ഒരാൾ വിഷമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കാരണം ഉണ്ടാകും. ആ കാരണം എന്താണെന്ന് നീ കണ്ടുപിടിക്കണം. നാളെ നിന്റെ വിവാഹമാണ്. ഈ അവസരം പാഴാക്കിയിട്ട് നാളെ ഇതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുക്കുക ദേവ് എന്ന് ദേവിക പറയുന്നത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ദേവ്. ശേഷം മുത്തശ്ശൻ എല്ലാവർക്കും രക്ഷാകവചം കഴുത്തിൽ കെട്ടാൻ വേണ്ടി കൊടുക്കുകയാണ്. മോഹിനിയുടെ കയ്യിലും മുത്തശ്ശൻ രക്ഷാകവചം കൊടുക്കുകയാണ്. അത് കാണുന്ന മോഹിനി മുത്തശ്ശനെ ദേഷ്യത്തോടെ നോക്കുകയാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ചായതുകൊണ്ട് മോഹിനി രക്ഷാകവചം കയ്യിൽ വാങ്ങുകയാണ്. അപ്പോൾ കൈ പൊള്ളുമ്പോൾ മോഹിനി രക്ഷാകവചം തറയിലിടുന്നു. ഇതാരും കാണുന്നില്ല. ദേവ് മുത്തശ്ശനോട് എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, എന്റെ കൂടെ മഹാദേവൻ ഉണ്ടെന്നും പറഞ്ഞ് ദേവ് അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് ആരും കാണാതെ പുറന്തോല് നശിപ്പിക്കണമെന്ന് മനസ്സിലാക്കുന്ന പാറു പകുതി നാഗമായി മാറുകയും പുറന്തോല് ശക്തി പ്രയോഗിച്ച് ഭസ്മമാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടേക്ക് മോഹിനി വരികയാണ്. പാറുവിനെ കാണുന്ന മോഹിനി പാറുവിനോട് ദേവിന്റെ അടുത്ത് പോലും വരാൻ പാടില്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞ് വഴക്ക് കൂടുകയും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിടുകയും ചെയ്യുകയാണ്. മോഹിനി വീഴുന്ന ഭാഗത്ത് നിന്ന് മോഹിനിക്ക് നാഗത്തിന്റെ പുറന്തോല് കിട്ടുകയാണ്. ആ പുറന്തോല് കാണുന്ന മോഹിനി ദേഷ്യത്തോടെ പുറന്തോല് നിന്റേതാണോ, നീ നാഗമാണോ എന്ന് പാറുവിനോട് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാറു ഒന്നും പറയാതെ നിൽക്കുകയാണ്. പാറു ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ അലറിക്കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാറു ഒരു നാഗമാണോ എന്ന് ചോദിക്കുകയാണ് മോഹിനി. എന്നിട്ടും പാറു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ദേഷ്യം വരുന്ന മോഹിനി പാറുവിനെ ഉപദ്രവിക്കുകയാണ്. അത് കണ്ട് അവിടെ വരുന്ന ബുൽബുല് പാറുവിനെ രക്ഷിക്കാൻ വേണ്ടി മോഹിനിയുടെ കയ്യിൽ കടിക്കുകയാണ്. വേദനിക്കുന്ന മോഹിനി ദേഷ്യത്തോടെ ബുൽബുലിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ബുൽബുൽ കയ്യിലിരിക്കുന്ന ഫോണ് കാണിച്ചു കൊടുക്കുകയാണ്. ഫോണിൽ ദേവിനെ വീഡിയോ കാളിൽ വിളിക്കുകയാണ് ബുൽബുൽ.
അത് കാണുന്ന മോഹിനി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ പാറു തലകറങ്ങി വീഴുകയാണ്. അത് കണ്ട് പേടിക്കുന്ന ബുൽബുല് ദേവിനോട് പെട്ടെന്ന് പാറുവിന്റെ റൂമിലേക്ക് വരാൻ പറയുകയാണ്. അത് കേട്ട് ദേവ് റൂമിലേക്ക് വരാമെന്ന് പറയുന്ന സമയം മോഹിനി റൂമിന്റെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ദേവ് അവിടേക്ക് വരുന്നു. പാറു എഴുന്നേൽക്കുന്നത് കാണുന്ന ദേവ് പാറുവിനെ എടുത്തു കൊണ്ടുപോയി ബെഡിൽ കിടത്തുകയാണ്. പാറുവിനെ ദേവ് കെയർ ചെയ്യുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ബുൽബുൽ. മറുവശത്ത് രൂപ പാറു ആണെന്നും പാറു നാഗമാണെന്നും അറിഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുകയാണ് മോഹിനി ദേഷ്യം കൊണ്ട് അലറി വിളിക്കുകയാണ്. അത് കാണുന്ന രംഭ മോഹിനിയോട് രൂപ പാറുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ പുറംതൊലി ചിലപ്പോൾ ബുൽബുലിന്റേതാകാമെന്ന് പറയുകയാണ്. ബുൽബുലിന് 7 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ പുറംതൊലി കളയാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് മോഹിനി. എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല, ബുൽബുലിന് നാഗമാണ്, എല്ലാ നാഗങ്ങളും ഒരുപോലെ ആവില്ല, ചിലപ്പോൾ ബുൽബുലിന് 5 വയസ്സ് കഴിഞ്ഞപ്പോൾ പുറംതൊലി കളയാൻ സമയമായി കാണും. എന്തായാലും എന്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് പുറംചട്ട ആരുടേതാണെന്ന് മനസ്സിലാക്കാമെന്ന് പറയുകയാണ് രംഭ. അത് കേൾക്കുന്ന മോഹിനി ആലോചിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ പാറുവും ബുൽബുലും കളി പറഞ്ഞ് തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ബുൽബുലിന്റെ പ്രസൻസ് പാറുവിന്റെ സ്വന്തം മകൾ അടുത്തുള്ളതുപോലെ ഫീൽ ചെയ്യുകയാണ്. ആ സമയം ഒരു ലവ് ബേർഡ് അവിടെ പറന്നു വരുന്നത് കാണുന്ന ബുൽബുല് അതിന്റെ ഭംഗി കണ്ട് അതിന്റെ പുറകെ പോവുകയാണ്. അത് കാണുന്ന പാറുവിന് ഇത് മോഹിനിയുടെ പ്ലാൻ ആയിരിക്കുമോ എന്ന് ഡൗട്ട് തോന്നുകയാണ്. ശേഷം ലവ് ബേർഡിന്റെ പുറകെ പോകുന്ന ബുൽബുല് ടെറസിന്റെ മുകളിലേക്ക് പോവുകയാണ്. പുറകെ പാറുവും അവിടെ വരുന്നു. പാറു വരുമ്പോൾ ആ പക്ഷിയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബുൽബുല് താഴേക്ക് വീഴുകയാണ്. ബുൽബുൽ താഴെ വീഴാതെ അവിടെ സൈഡിലായി പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ്. അത് കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ് പാറുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് പാറു. അപ്പോൾ പാറുവിന്റെ അടുത്ത് വരുന്ന മോഹിനി പാറുവിനോട് നീ നിന്റെ യഥാർത്ഥ രൂപത്തിൽ വന്ന് ബുൽബുലിനെ രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞ് മോഹിനി പാറുവിനെ താഴേക്ക് തള്ളിയിടുകയാണ്. പാറുവും താഴെ വീഴാതെ രക്ഷപ്പെടുകയാണ്. ബുൽബുൽ പേടിച്ച് കരയുകയാണ്. ബുൽബുൽ പാറുവിനോട് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കുക ആന്റി എന്ന് പറഞ്ഞ് കരയുകയാണ് ബുൽബുൽ. അപ്പോൾ മോഹിനിയുടെ അടുത്ത് ആ പക്ഷി വരുന്നു. അത് കാണുന്ന പാറുവിന് ഇതെല്ലാം മോഹിനിയുടെ പ്ലാൻ ആണെന്ന് മനസ്സിലാവുകയാണ്. കരയുന്ന ബുൽബുലിനെ ഓരോന്നും പറഞ്ഞ് പാറു സമാധാനിപ്പിക്കുകയാണ്. പാറു നാഗമാകുന്നത് കാണാൻ വേണ്ടി ആകാംക്ഷയോടെ നിൽക്കുകയാണ് മോഹിനി. നാഗമായാൽ മോഹിനിയുടെ കൂട്ടാളിയായ ദേവികയോടും മൂന്നാമത്തെ മുഖംമൂടിയോടും ഞാൻ എങ്ങനെ പ്രതികാരം ചെയ്യും മഹാദേവ, ഒരു വഴി കാണിച്ചു തരണം, ബുൽബുലിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മനസ്സിൽ പറഞ്ഞ് വിഷമിക്കുകയാണ് പാറു. ഇപ്പോൾ പാറുവിന്റെ മുന്നിലുള്ളത് യഥാർത്ഥ ബുൽബുൽ അല്ല, അത് രംഭയാണ്. ബുൽബുൽ റൂമിന്റെ പുറത്ത് ഇറങ്ങി വന്ന ഉടൻ തന്നെ മോഹിനി ബുൽബുലിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും രംഭ ബുൽബുലായി മാറി ആ പക്ഷിയുടെ പുറകെ പോവുകയും ആ സമയം റൂമിന്റെ പുറത്ത് വരുന്ന പാറു മുന്നിൽ പോകുന്നത് ബുൽബുലാണെന്ന് വിചാരിച്ച് പുറകെ പോവുകയും ചെയ്തു. ഇതാണ് കുറച്ചു മുമ്പ് നടന്നത്. ബുൽബുലായ രംഭ മോഹിനിയെ നോക്കി ചിരിക്കുകയാണ്. രണ്ടുപേരും പാറുവിന്റെ യഥാർത്ഥ രൂപം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വേറൊരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് അവസാനം പാറു നാഗമാകാൻ ശ്രമിക്കുന്ന സമയം അവിടെ ദേവ് വരുന്നു. ദേവ് അവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തുകയാണ്. പ്ലാൻ ഫ്ലോപ്പ് ആയതിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനി. ഈ സമയം മറുവശത്ത് മോഹിനിയുടെ റൂമിൽ ബുൽബുലിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. മോഹിനി ആന്റി രൂപ ആന്റി എന്തെങ്കിലും ചെയ്യുമെന്ന് പേടി തോന്നുന്ന ബുൽബുല് കയ്യിലെയും കാലിലെയും കെട്ടഴിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുന്നു. പുറത്തു വരുന്ന ബുൽബുല് പാറുവിനെ കാണുകയാണ്. പാറുവിന്റെ മുന്നിൽ ഡ്യൂപ്ലിക്കേറ്റ് ബുൽബുൽ നിൽക്കുകയാണ്. പാറു തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ബുൽബുൽ അത് കാണുന്നില്ല. പാറുവിനെ കണ്ട സന്തോഷത്തിൽ ബുൽബുല് ആന്റി എന്ന് വിളിക്കുകയാണ്. അത് കേട്ട് പാറു തിരിഞ്ഞു നോക്കുമ്പോൾ ബുൽബുലിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പാറു. യഥാർത്ഥ ബുൽബുല് വരുന്നത് കാണുന്ന രംഭ ഓന്തായി മാറി അവിടെ നിന്ന് പോകുന്നു. പാറുവിനാണെങ്കിലും ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. പാറുവിന്റെ അടുത്ത് പോകുന്ന ബുൽബുല് നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന പാറുവിനെ നാഗരൂപത്തിൽ കാണാൻ വേണ്ടിയുള്ള മോഹിനിയുടെ പ്ലാനാണ് ഇതെന്ന് മനസ്സിലാവുകയാണ്. അവിടെ ബുൽബുലായി ഉണ്ടായിരുന്നത് രംഭയാണെന്നും പാറുവിന് മനസ്സിലാവുകയാണ്. അടുത്ത സീനിൽ ദേവികയുടെ അടുത്ത് പാറു വരുന്നു. പാറു വിചാരിച്ചിരിക്കുന്നത് ദേവിക മോഹിനിയുടെ കൂടെ ഉള്ളതാണെന്നാണ്. ദേവികയുടെ അടുത്ത് വരുന്ന പാറു ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്ന സമയം അവിടെ വരുന്ന ദേവ് പാറുവിനോട് റെസ്റ്റ് എടുക്കേണ്ടതിന് പകരം ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്നും പറഞ്ഞ് വഴക്കു പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന പാറു ഞാൻ റെസ്റ്റ് എടുക്കണോ വേണ്ടയോ എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, താനല്ല എന്ന് പറഞ്ഞ് പാറു പ്രശ്നമുണ്ടാക്കുന്നത് കാണുന്ന ദേവിക ദേവിനോട് പോകാൻ പറയുകയാണ്. പാറുവിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുന്ന ദേവ് അവിടെ നിന്ന് പോകുന്നു. ശേഷം ദേവിക സ്റ്റോർ റൂമിലേക്ക് പോകുന്നത് കാണുന്ന പാറുവും ദേവികയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദേവികയുടെ കൂടെ പോവുകയാണ്. അവർ പോകുന്നത് ദൂരെ നിന്ന് നോക്കുന്ന ദേവിന്റെ മനസ്സിൽ ദേവിക പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരികയാണ്. അതെല്ലാം ഓർമ്മിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് ദേവ്. ഈ സമയം സ്റ്റോർ റൂമിൽ സാധനങ്ങൾ വെക്കുന്ന ദേവികയെ കാണുന്ന പാറുവിന് ശങ്കറിനും ഫാമിലിക്ക് സംഭവിച്ചതെല്ലാം ഓർമ്മ വരികയാണ്. ശേഷം പകുതി നാഗമായി മാറുന്ന പാറു നാഗമായി മാറി ദേവികയുടെ അടുത്ത് പോയി
പോയി ദേവികയെ കൊത്തുകയാണ്. അപ്പോൾ ഒരു ശക്തി ഉണ്ടാവുകയും ആ ശക്തി കാരണം പാറു തെറിച്ചു പോയി വീഴുകയും ചെയ്യുകയാണ്. ദേവിക എന്തോ കടിച്ചു എന്ന് പറഞ്ഞ് വേദന കൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. ദേവികയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കുന്ന പാറു ദേവികയുടെ കഴുത്തിൽ കിടക്കുന്ന രക്ഷാകവചം കാണുകയാണ്. അത് കാണുന്ന പാറുവിന് ഞാൻ നാഗമാണെന്ന് മനസ്സിലായത് കൊണ്ട് മോഹിനിയായിരിക്കും ദേവികയ്ക്ക് രക്ഷാകവചം കൊടുത്തതെന്ന് വിചാരിച്ചു നിൽക്കുകയാണ് പാറു. പാറു ദേവികയോട് ഇവിടെ കൊതുക് ശല്യം കൂടുതലാണ്, എന്നെയും കൊതുക് കടിച്ചു, കുറച്ചു കഴിഞ്ഞ് ഇവിടെ വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും പോവുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ദേവ് ഏജൻസിയിൽ വിളിച്ച് രൂപയുടെ വീട്ടിലെ അഡ്രസ്സ് ചോദിക്കുകയാണ്. ഈ കാര്യം പാറു കേൾക്കുകയാണ്. അടുത്ത സീനിൽ ദേവ് രൂപയുടെ വീട്ടിലേക്ക് പോവുകയാണ്. രൂപയുടെ അമ്മയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ദേവ് വരുന്നതിന് മുമ്പ് തന്നെ പാറു അവിടേക്ക് വരുന്നു. പാറു രൂപയെ കെട്ടിയിട്ടിട്ട് ദേവിന്റെ മുന്നിലേക്ക് പോവുകയാണ്. രൂപയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ദേവ് രൂപയ്ക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ്. ഞാൻ കാരണം ബുദ്ധിമുട്ടുന്ന രൂപയ്ക്ക് ഈ ക്യാഷ് കൊണ്ട് ഒരു ഹെൽപ്പ് ആകുമെന്ന് തോന്നുന്ന പാറു രൂപയ്ക്ക് വേണ്ടി ക്യാഷ് കയ്യിൽ വാങ്ങുകയാണ്. കുറച്ചു മുമ്പ് ഉണ്ടായിരുന്ന നീ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ് ദേവ്. ഏജൻസിയിൽ നിന്ന് എനിക്ക് ഫോൺ വന്നിരുന്നു, ആരോ എന്റെ അഡ്രസ്സ് ചോദിച്ചു എന്ന്, അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയുകയാണ് പാറു. അടുത്ത സീനിൽ പാലസിൽ തിരിച്ചു വരുന്ന പാറുവിന് തലകറക്കം വരികയാണ്. മോഹിനിയുടെ മന്ത്രശക്തിയുള്ള ചന്ദനം തേച്ചതിന്റെ ഫലമായാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. മറുവശത്ത് ദേവിനും തലകറക്കം വരികയാണ്. പാറുവിനെ ഹെൽപ്പ് ചെയ്യാൻ പോയ സമയത്ത് പാറുവിന്റെ മുഖത്തുള്ള ചന്ദനം ദേവിന്റെ മുഖത്തും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ദേവിന് തലകറക്കം വന്നത്. കുറച്ചു കഴിയുമ്പോൾ ദേവിന്റെ മുന്നിൽ മോഹിനി വരുന്നു. മോഹിനിയെ വ്യക്തമായി കാണാൻ കഴിയാത്തത് കൊണ്ട് ദേവ് മോഹിനിയെ പാറു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന മോഹിനി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ദേവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്ന മോഹിനിക്ക് ദേവിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം പാറുവാണെന്ന് മനസ്സിലാവുകയാണ്. ശേഷം ദേവിനെ ബെഡിൽ കിടത്തുന്ന മോഹിനി ദേവിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരിയെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മോഹിനി അവിടെ നിന്നും പോവുകയാണ്. തുടർന്ന് പാറുവിന്റെ മുന്നിൽ വരുന്ന മോഹിനി പാറുവിനെ ഉപദ്രവിക്കുകയാണ്. അത് കണ്ട് അവിടെ വരുന്ന ബുൽബുല് മോഹിനിയെ തള്ളിയിടുകയാണ്. എന്നിട്ട് പാറുവിനെ എഴുന്നേൽപ്പിക്കുകയാണ് ബുൽബുല്. ബുൽബുലും പാറുവും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന മോഹിനി അവിടെ ഒരു തേനീച്ചക്കൂട് കാണുകയാണ്. അത് കാണുന്ന മോഹിനി ശക്തി പ്രയോഗിച്ച് അവരെ രണ്ടുപേരെയും ചെറുതാക്കുകയും തേനീച്ചക്കൂട്ടിലേക്ക് എറിയുകയും ചെയ്യുന്നു. തേനീച്ചക്കൂട്ടിന്റെ അകത്ത് പോകുന്ന അവരെ രണ്ടുപേരെയും തേനീച്ചകൾ ഉപദ്രവിക്കുകയാണ്. പാറുവിനും ബുൽബുലിനും തേനീച്ചക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്